എല്ലാവർക്കും ഈ ലേഡിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിന്റെ, അതായത് വരാനിരിക്കുന്ന പരീക്ഷയുടെ ഏതാനും ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം +2വിന്റെ മാത്സ് കുറച്ച് ടഫ് ആയിരുന്നു എന്നൊക്കെ അത് കേട്ടു അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രശ്നം എന്തെന്നാൽ ചില കോൺസെപ്റ്റുകളെ അത് പരീക്ഷയ്ക്ക് വിപരീതമായി, അതായത് തുടർന്ന് വന്നിരുന്ന ചോദ്യ പേപ്പറുകളുടെ പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായി ചോദിച്ചതായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളോട് നമുക്ക് ഇന്ന് ഈ സെഷനിൽ +1ൽ നിന്നും ഡിസ്കസ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിച്ച മോഡൽ എക്സാമിന്റെ ചില ചോദ്യങ്ങളും കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നെടുത്തുള്ള മറ്റു കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ പോകുന്നത്. അപ്പൊ കണ്ട ശേഷം എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: എ പോയിന്റ് P is at a distance of 3, 4, 5 units from xy, yz, xz plane. അപ്പൊ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നമ്മൾ 3D ഇൻട്രൊഡക്ഷൻ ടു 3D എന്ന് വിളിക്കുന്ന ചാപ്റ്ററിനകത്ത് 3 ഡിഫറെന്റ് ആക്സിസുകളെ പറ്റി പരിചയപ്പെട്ടു, എക്സ്, വൈ ആൻഡ് ഇസഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ 3 പ്ലെയിനുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രകാരം എക്സ് വൈ ഒരു പ്ലെയിൻ, വൈ ഇസഡ് രണ്ടാമത്തെ പ്ലെയിൻ, എക്സ് ഇസഡ് മൂന്നാമത്തെ പ്ലെയിൻ. ശരിയല്ലയോ? ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസുകളെ നിങ്ങൾക്ക് 3, 4, 5 എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട്. എപ്പോഴും ആലോചിക്കുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏത് ചോദ്യം ചോദിച്ചാലും ഇതിൽ തന്നിട്ടുള്ള ലെറ്ററുകൾ ഏതാണോ അത് വെച്ചല്ല ആലോചിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ് വൈ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 3. അപ്പൊ ഓർക്കുക, എക്സ് വൈ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഇപ്പം ഉള്ള ലെറ്ററുകൾ എക്സും വൈയും അല്ലയോ, ഇല്ലാത്ത ലെറ്റർ ഏതാ? ഇസഡ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇസഡ് കോർഡിനേറ്റ് ആയിരിക്കും ഈ തന്നിരിക്കുന്ന 3 എന്ന് ഓർക്കുക. അപ്പൊ തന്നിരിക്കുന്ന ലെറ്ററുകൾ വെച്ച് ആലോചിക്കരുത്. അപ്പൊ എക്സ് ആക്സിസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ വൈയും ഇസഡും ആയിരിക്കും തന്നിട്ടുള്ളത്. അപ്പൊ പേരിൽ തന്നിട്ടുള്ള ലെറ്റർ ഏതാണോ അത് ഉപയോഗിച്ച് ആലോചിക്കരുത്. അപ്പൊ അടുത്ത നോക്കുകയാണെങ്കിൽ വൈ ഇസഡ് തന്നിട്ടുണ്ട്, വൈയും ഉണ്ട് ഇസഡും ഉണ്ട്, ഇല്ലാത്തതാരാ? എക്സ്. സോ എക്സ് കോർഡിനേറ്റ് ആണ് 4 ആണേ. എങ്കിൽ എക്സും ഉണ്ട് ഇസഡും ഉണ്ട് 5 ആയിട്ട് അല്ലയോ. അവിടെ തരാത്ത ലെറ്റർ ഏതാ? എക്സ് ഇസഡ് കഴിഞ്ഞു, ബാക്കി ഏതുണ്ട്? വൈ. സോ വൈ ഈസ് ഈക്വൽ ടു 5. അപ്പൊ അതിന്റെ കറക്റ്റ് കോർഡിനേറ്റ് എഴുതാനാണെങ്കിൽ കോർഡിനേറ്റിൽ നമുക്കറിയാം, ആദ്യം എഴുതേണ്ടത് എക്സ്, രണ്ടാമത് എഴുതേണ്ടത് വൈ, മൂന്നാമത് എഴുതേണ്ടത് ഇസഡ്. സോ എക്സ് കോർഡിനേറ്റ് ഇവിടെ എത്ര? 4. വൈ കോർഡിനേറ്റ് ഇവിടെ എത്ര? 5. ഇസഡ് കോർഡിനേറ്റ് ഇവിടെ എത്ര? 3. സോ ദ ആൻസർ ഈസ് ഓർഡേർഡ് ട്രിപ്ലറ്റ് 4, 5, 3. ഇത്രയേ ഉള്ളൂ കാര്യം. എന്തെങ്കിലും മെനക്കെടുത്തുന്ന കാര്യങ്ങളാണോ ഇതിനകത്ത്? വളരെ ഈസി ആയിട്ട് ആലോചിക്കാവുന്ന കാര്യങ്ങളല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ സെക്കൻഡ് പാർട്ട് ചോദ്യങ്ങളിലോട്ട് നീങ്ങുകയാണെങ്കിൽ ചോദ്യം ഇതാണ് പറയുന്നത്: the 3 vertices of a parallelogram ABCD. അപ്പോഴേ നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു പാരലലോഗ്രാം വരയ്ക്കുക. ഇത് നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചോദ്യമാണ്, ചാപ്റ്റർ ജോമെട്രി ആൻഡ് ഓൾജിബ്രയ്ക്കകത്ത്. അപ്പൊ നമ്മളൊരു പേര് കൊടുക്കുന്നു, എ ബി സി ഡി എന്ന് പേര് കൊടുത്തു, തന്നിട്ടുള്ള കോർഡിനേറ്റുകളെയും എഴുതുന്നു. എ എന്ന് വിളിക്കുന്നത് 1, 2, 3 എന്നാണ് പറയുന്നത്. സോ എയുടെ കോർഡിനേറ്റ് 1, 2, 3 എഴുതി വെക്കുന്നു. ബിയുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 4, 3, 3. സോ ബിയുടെ കോർഡിനേറ്റ് 4, 3, 3 എന്ന് എഴുതി വെക്കുന്നു. സിയുടെ കോർഡിനേറ്റ് 8, 7, 3. സോ സിയുടെ കോർഡിനേറ്റ് 8, 7, 3. ഈസി അല്ലയോ? എങ്കിൽ ഡിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. മക്കളെ, ഇതിന് കുറെ ഏറെ മാർഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടൊരു മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റുകളെ എടുക്കുക. എക്സ് കോർഡിനേറ്റ് എത്രയൊക്കെയാ? 4, 8. സോ 4ൽ നിന്നും 8 എത്താൻ എത്ര കൂടി എന്ന് ആലോചിക്കുക. 4ൽ നിന്ന് 8 എത്താൻ എത്ര കൂടി? 4 കൂടി. അതേ 4 തന്നെ ഇപ്പുറത്തും കൂട്ടുക. ഇപ്പുറത്തെ എക്സ് എത്ര? 1. സോ 1നോടൊപ്പം 4 കൂടിയാൽ 5. ഇത്രേ ഉള്ളൂ കാര്യം. അടുത്തത് y എടുക്കാം. 3, 7. 3ൽ നിന്നും 7 എത്തി, എത്ര കൂടി? 4 കൂടി. സോ ഇവിടുത്തെ y കോർഡിനേറ്റ് 2 ആയതുകൊണ്ട് 2ന്റെ കൂടെ 4 കൂട്ടിയാൽ 6 അല്ലെ. ഇനി z കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ 3, 3. അപ്പൊ ഇവിടെയും 3 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ? എല്ലായിടത്തും 3 തന്നെ. സോ ഡിയുടെ കോർഡിനേറ്റ് കിട്ടി നമുക്ക് എത്ര? 5, 6 ആൻഡ് 3 എന്ന് കിട്ടി. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ ഇതിനകത്ത്? വളരെ ഈസിയാണ്. റൈറ്റ് സൈഡിൽ എക്സ് എത്ര കൂടിയോ അത് തന്നെ ലെഫ്റ്റ് സൈഡിലും കൂട്ടുക. തിരിച്ച് ലെഫ്റ്റ് സൈഡിൽ എത്രയാണോ ഗ്യാപ്പ് അത് തന്നെ റൈറ്റ് സൈഡിലും കീപ്പ് ചെയ്യുക. ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓർത്തു വെച്ചേക്കാവുന്നല്ലേ ഉള്ളൂ. സോ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്: സോൾവ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്നുള്ള ചോദ്യമാണ്. സോൾവ് 5x - 10 less than or equal to 5.
വേർ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ശരിയല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം കണ്ടെത്താം. നോക്കിക്കേ, നോർമലി ചെയ്യുന്ന കണക്ക് തന്നെ -10 അപ്പുറത്ത് പോവുകയാണെങ്കിൽ +10 ആകും. സോ 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 + 10. 5 + 10 എത്ര? 15 എന്നാകും. സോ 5x is equal ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 അല്ലെ? ഇൻറ്റു 5 അപ്പുറത്ത് പോയാൽ എന്താവും? ഡിവൈഡഡ് ബൈ 5 ആകും. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15/5 ആകും. ഓർക്കുക, ഈ 5ന് പകരം ഇവിടെ -5 ആയിരുന്നു എങ്കിൽ ഈ ചിഹ്നം റിവേർട്ട് ചെയ്തേനെ. എങ്ങനെയാ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് നെഗറ്റീവ് നമ്പറുകൾ ഉപയോഗിച്ച് ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ചെയ്യുകയാണെങ്കിൽ ചിഹ്നം റിവേഴ്സ് ആകും. ഓർത്തു വെച്ചേക്കുക. ആൻഡ് ഇവിടുത്തെ ഉത്തരം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15/5 എത്ര? 3 എന്ന് കിട്ടി. സോ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയതുകൊണ്ട് 3നേക്കാൾ ചെറുതോ 3ഓ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. സോ എക്സിന്റെ വാല്യൂ ആരൊക്കെ വരാം? ഒരു സെറ്റായിട്ട് എഴുതുകയാണെങ്കിൽ ആരൊക്കെ സാധ്യതയുണ്ട്? 3ഓ 3ൽ ചെറുതോ ആയ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? സോ 3 വരാം, 3നേക്കാൾ ചെറുത് 2 വരാം, 1 വരാം. സോ നാച്ചുറൽ നമ്പേഴ്സ് ഇത്രയുമാണ്. ആൻഡ് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. എക്സ് ഈക്വൽ ടു 3, 2, 1 അല്ലെങ്കിൽ 1, 2, 3 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയേക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസി അല്ലയോ? സോ നോർമലി ചെയ്ത ഇതേ ചോദ്യം തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തി രണ്ടാമതൊരു ചോദ്യമായി തന്നിട്ടുണ്ട്. 3 × 2x + 1 ഗ്രേറ്റർ ദാൻ 8x + 11. നോർമലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇതാ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 × 2 6x + 3 × 1 3 ഗ്രേറ്റർ ദാൻ 8x + 11 ആക്കാവുന്നതല്ലേ ഉള്ളൂ. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാം. സോ 6x ഇവിടെ തന്നെ ഉണ്ട്, +8x ഇപ്പുറത്ത് വന്ന -8x ഗ്രേറ്റർ ദാൻ അപ്പുറത്ത് +11 ഉണ്ട്, +3 അപ്പുറത്ത് പോവുകയാണെങ്കിൽ -3 ആകും. ശരിയല്ലേ? ഇനി നമുക്കൊന്ന് കൂട്ടിയും കുറച്ച് എഴുതിയാലോ? 6x നിന്നും 8x പോയാൽ ബാക്കി -2x. അടുത്തത് 11 - 3 11ൽ നിന്നും 3 പോവുകയാണെങ്കിൽ 8. ശരിയല്ലയോ? ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇൻറ്റു -2 അപ്പുറത്ത് പോവുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ -2 ആകും. സോ എക്സ് 8 ഡിവൈഡഡ് ബൈ -2. ഇനി നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് അപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തതെങ്കിൽ ഇവിടെ വരെ ഗ്രേറ്റർ ദാൻ കിടന്ന സാധനം അപ്പുറത്തോട്ട് പോകുമ്പോൾ ലെസ് ദാൻ എന്നാവും. സോ ദ ആൻസർ ഈസ് എക്സ് ലെസ് ദാൻ 8/-2 എത്രയാ? -4 എന്ന് കിട്ടി. സോ ചോദ്യം പറഞ്ഞേക്കുന്നത് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കണം. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം, പെട്ടെന്ന് വരയ്ക്കാൻ തോന്നുകയാണെങ്കിൽ നമ്പർ ലൈൻ ഫുൾ ഒന്നും വരയ്ക്കണ്ട. ജസ്റ്റ് ഇതിന്റെ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുക്കുക. തന്നേക്കുന്ന നമ്പർ -4 അല്ലേ? സോ ഒരിടത്ത് -4 മാർക്ക് ചെയ്യുക. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് 1 or 2 നമ്പേഴ്സ് എഴുതിയാൽ മതി. സോ ഇങ്ങോട്ട് -5 -6 ഇവിടെ 3 -3 -2 അല്ലെ? ഇനി എക്സ് ലെസ് ദാൻ -4 എന്ന് പറഞ്ഞാൽ അർത്ഥം ലെസ് ദാൻ വന്നാൽ അപ്പോഴേ ആലോചിച്ചോണം മനസ്സിലോട്ട് ലെഫ്റ്റിലോട്ടാണ് വരയ്ക്കേണ്ടത്. ഗ്രേറ്റർ ദാൻ വന്നാൽ എങ്ങോട്ട് വരയ്ക്കണം? റൈറ്റിലേക്ക് വരയ്ക്കണം. സോ എക്സ് ലെസ് ദാൻ -4 ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ടും ഈ -4ന്റെ അടുത്ത് ഞാനൊരു റൗണ്ട് ചെയ്ത സർക്കിൾ വരയ്ക്കും. അതൊരിക്കലും ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഇനി എക്സ് ലെസ് ദാൻ ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് ഒരു ആരോ വരച്ചു വെക്കാം. ചില സാഹചര്യങ്ങളിൽ ഇത് ഷെയ്ഡ് ചെയ്തും ഇടാറുണ്ട്. അത് നമ്മളുടെ അപ്പോഴത്തെ സൗകര്യം പോലെ. ഓക്കെ, ഇതായിരിക്കും അതിന്റെ സൊല്യൂഷൻ. വളരെ എളുപ്പമല്ലയോ? ഒരു ആരോ വരച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് കാണിച്ചാൽ മതി. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നു എങ്കിൽ ഈ ചെയ്ത ഹോളോ സർക്കിളിനെ നമ്മളൊരു ഷെയ്ഡഡ് സർക്കിൾ ആയിട്ടും വരച്ചു വെക്കും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രയാസം. ഈസി അല്ലേ? ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി 10ാം ക്ലാസ് വരെ ഇഷ്ടംപോലെ ചെയ്ത കാര്യങ്ങളാ. പകരം ഇവിടെ ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഒക്കെ വരുന്നതേ ഉള്ളൂ. എളുപ്പത്തില്ലയോ? ഓർത്ത് വെച്ചേക്കുക. ഇൻറ്റു നെഗറ്റീവ് നമ്പറോ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ നെഗറ്റീവ് നമ്പറോ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ കൊണ്ടുപോയാൽ ആ ചിഹ്നം റിവേഴ്സ് ചെയ്യും. അത് മാത്രം കൃത്യമായി ഓർത്തു വെച്ചേക്കുക. അതർവൈസ് ഉത്തരങ്ങൾ ഈസി ആയിട്ട് ചെയ്തു പോവാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു മേഖല ഈ ലെസ് ദാൻ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് ലെസ് ദാൻ ഇടത്തില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്നത്. അത് നമ്മുടെ ഭാഗത്തിന് തെറ്റ് വരരുത്. ഓക്കെ ആണല്ലോ? സോ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു.
ചോദ്യം ഇതാണ്. ഇത്തവണ നമ്മുടെ +1 മോഡൽ എക്സാമിന് ചോദിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇച്ചിരി പ്രയാസം കൂടുതലാണ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ഏറ്റവും സിംപിളസ്റ്റ് ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. അതിന്റെ കാരണം നിങ്ങൾ ഈ യൂണിറ്റ് സർക്കിൾ ട്രിഗണോമെട്രി പഠിച്ച സമയത്ത് ഇക്വേഷനുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് അതിന് മുന്നേ ഉള്ള കോൺസെപ്റ്റുകൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുത്തതിന്റെ ചെറിയൊരു പ്രശ്നമായിരുന്നു അത്. ഓർക്കുക, ഒരു യൂണിറ്റ് സർക്കിൾ നിങ്ങൾക്കറിയാം 4 ക്വാഡ്രന്റ് ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, അങ്ങനെ 4 ക്വാഡ്രന്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, ശരിയല്ലേ? ഈ ക്വാഡ്രന്റ് സിസ്റ്റവും സൈൻ കോസ്റ്റാനും എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചു. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്തുവാന്ന് വെച്ചാൽ ഇതിന്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നിങ്ങൾ പഠിച്ചില്ല. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, റൈറ്റ് ദ വാല്യൂസ് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും വില കണ്ടുപിടിക്കണം. ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഒരു യൂണിറ്റ് സർക്കിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് എക്സും വൈയുമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ എക്സും വൈയും തന്നെ എടുക്കണമെന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു വിലകളായിട്ട് എടുക്കുകയാണെങ്കിൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ് എക്സ് കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് കോസ് തീറ്റ ആയിരിക്കും. ഓർക്കുക, ഇവിടെ എക്സിന് പകരം നമ്മൾ തീറ്റ വെച്ച് പറയുന്നതേ ഉള്ളൂ. എക്സ് കോർഡിനേറ്റ് ആയ ഇവിടെ 0.6 ആണ് പറയുന്നത്. സോ ഇവിടുത്തെ കോസിന്റെ വാല്യൂ 0.6 ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, വൈ കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും സൈൻ തീറ്റ ആയിരിക്കും. ഇത് എപ്പോഴും മനസ്സിൽ കിടത്തിയേക്കുക. ഒരു യൂണിറ്റ് സർക്കിളിൽ വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ്, നെഗറ്റീവ്, 0, നോട്ട് ഡിഫൈൻഡ്, വാട്ട് എവർ ബി, എന്തോ ആയിക്കോട്ടെ, എപ്പോഴും ഓൾവേസ് റിമെമ്പർ ദാറ്റ് ദ എക്സ് കോർഡിനേറ്റ് റെപ്രസെന്റ് കോസ് തീറ്റ ആൻഡ് ദ വൈ കോർഡിനേറ്റ് റെപ്രസെന്റ് സൈൻ തീറ്റ. എക്സ് കോസിനും വൈ സൈനിനും കൊടുക്കുകയാണെങ്കിൽ ഈസിയാണ്. ഇതാ നോക്കേ, സൈൻ എക്സിന്റെ വില, സൈൻ എക്സിന്റെ വില എത്ര? സൈൻ എക്സിന്റെ വില, സോ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, സൈൻ എക്സ് നമുക്കറിയാം ഏത് കോർഡിനേറ്റാ? വൈ കോർഡിനേറ്റ് ആണ്. സോ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആരാ? 0.8 അല്ലേ? അടുത്തത് കോസ് എക്സ് ആണ്. കോസ് എക്സ് എന്ന് വിളിക്കുന്നത് ഏത് കോർഡിനേറ്റാ? എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് ആരാ ഇവിടെ? 0.6. സോ ആൻസർ കഴിഞ്ഞു. ഇതിനകത്തൊന്നും പഠിക്കാനും ഇല്ല, ചെയ്യാനുമില്ല, ജസ്റ്റ് ആ വാല്യൂ ഒന്ന് എടുത്തെഴുതി വെച്ചാൽ മതി. എങ്കിൽ ജസ്റ്റ് ഈ ട്രയാങ്കിൾ ഒക്കെ വരച്ച് കാണിക്കുന്നതുണ്ട്, അതിനൊന്നും വേണമെന്നില്ലെന്നേ. കാര്യം ഇത് യൂണിറ്റ് സർക്കിളിൽ ഓൾറെഡി നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ നമുക്ക് അതങ്ങ് ചെയ്താൽ പോരെ. രണ്ടാമത്തെ കാര്യം, ഹെൻസ് ഇവാലുവേറ്റ് സൈൻ 2x. നമുക്ക് തന്നെ അറിയാം സൈൻ 2xന്റെ എക്സ്പാൻഷൻ എന്താണ്? സൈൻ 2xന്റെ എക്സ്പാൻഷൻ 2 സൈൻ എക്സ് കോസ് എക്സ്, ശരിയല്ലയോ? അപ്പൊ അപ്രകാരം നോക്കിയാൽ 2 സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 0.8. അപ്പൊ 2 × 0.8 ഇൻറ്റു കോസ് എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം 0.6. സോ മൾട്ടിപ്ലൈ ചെയ്യുന്നു 2 ഇൻറ്റു ഇവിടെ 8 × 6 എത്ര? 48. സോ 0.48. എഗെയിൻ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48ന്റെ ഇരട്ടി 96. 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 0.96. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണോ ഇത്? ജസ്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സൈൻ 2xന്റെ എക്സ്പാൻഷൻ ഓർത്തു വെച്ചേക്കുക. സൈൻ 2xന്റെ എക്സ്പാൻഷൻ 2 സൈൻ എക്സ് കോസ് എക്സ്. എങ്കിൽ മൂന്നാമത്തെ ചോദ്യമായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ്, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ക്യൂ. വളരെ സിമ്പിൾ ആണ്. ഈ ക്യൂവിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് തേർഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ് ആണ്, വൈയും നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് രണ്ടും നെഗറ്റീവ് വാല്യൂ എടുത്തും കൊടുത്തു നോക്കിയാൽ അപ്പൊ ഉത്തരം എത്ര കിട്ടും? 0.6ന്റെ നെഗറ്റീവ് എന്തുവാ? നെഗറ്റീവ് 0.6. 0.8ന്റെ നെഗറ്റീവ് എന്തുവാ? നെഗറ്റീവ് 0.8. ആൻസർ തീർന്നു. ഇതേ ചോദ്യം ഇവിടെ ആയിരുന്നെങ്കിലോ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആക്കി എഴുതുക. ഇവിടെ ആയിരുന്നെങ്കിലോ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. ഇത്രേ ഉള്ളൂ കാര്യം. ഇതേ ചോദ്യത്തിൽ ടാൻ തീറ്റ ചോദിച്ചായിരുന്നെങ്കിലോ ടാൻ എന്താ? സൈൻ ബൈ കോസ് ആണ്. ഓൾറെഡി സൈനും കോസും ഇവിടെ കിടക്കുകയല്ലേ. സൈൻ ബൈ കോസിനെ തിട്ടു കൊടുത്താൽ ഉത്തരം കിട്ടും. ഇത്രേ ഉള്ളൂ കാര്യം. വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ചോദ്യമായിരുന്നു ഇത്തവണ നിങ്ങൾക്ക് ഈ ചോദിച്ച ഈ ഒരു യൂണിറ്റ് സർക്കിളിന്റെ ചോദ്യം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ? ഓക്കെ, സോ തൊട്ടടുത്ത ചോദ്യം ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു ചോദ്യമാണ്. Which interval that f of x is equal to cos x increases from -1 to 0. അപ്പൊ -1 to 0യിൽ നിന്ന് ഇൻക്രീസ് ആവുന്ന ഇന്റർവെൽ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യമേ തന്നെ ജസ്റ്റ് ചുമ്മാ അങ്ങ് ആലോചിച്ച് നോക്കണേ. നമ്മുടെ യൂണിറ്റ് സർക്കിൾ എടുക്കുന്നു. ഓക്കെ, നമ്മൾ ഇപ്പൊ പറഞ്ഞത് പ്രകാരം എക്സ് കോർഡിനേറ്റ് ആണ് കോസ് എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ശരിയല്ലേ? കോസ് എക്സ് ഇൻക്രീസ് ആവണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. കോസ് എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റിനെ. അപ്പൊ എക്സ് കോർഡിനേറ്റ് -1ൽ നിന്നും 0യിൽ എത്തണം. ഇതാ നോക്കിക്കേ, ഇവിടുത്തെ കോർഡിനേറ്റ് എന്തുവാ?
1 0. ഇവിടുത്തെ കോർഡിനേറ്റ് എന്തുവാ? 0 1. കാര്യം യൂണിറ്റ് സർക്കിൾ അല്ലേ. ഇവിടുത്തെ കോർഡിനേറ്റ് എന്തുവാ? -1 0. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റോ 0 -1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലയോ? ജസ്റ്റ് ചുമ്മാ പണ്ട് 10ാം ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്ന ഒരു കാര്യമല്ലയോ ഇത്, കോർഡിനേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിച്ചേക്കുന്നത് കോസ് എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ആക്സിസ് അല്ലെങ്കിൽ ഏത് കോർഡിനേറ്റാ? എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് -1 നിന്ന് 0 ആവണം. അപ്പൊ എക്സ് കോർഡിനേറ്റ് -1 ആവുന്ന എവിടാ? ദാണ്ടേ. എക്സ് കോർഡിനേറ്റ് 0 ആവുന്ന എവിടാ? ദാണ്ടേ. സോ -1 to 0 ആകുന്നത് ഏത് ക്വാഡ്രന്റിലാ? തേർഡ് ക്വാഡ്രന്റിൽ. തേർഡ് ക്വാഡ്രന്റ് എന്ന് വെച്ചാൽ എവിടെ മുതൽ എവിടെ വരെയാണ് ഇവിടെ പഠിച്ചു വെക്കണം. ദാണ്ടേ, ഇതെന്ന് വിളിക്കുന്നത് 0 റേഡിയൻ ആണ്. ഇത് 90 ഡിഗ്രി π/2 റേഡിയൻ ആണ്. ഇതൊക്കെ ചുമ്മാ പഠിച്ചു വെക്കുന്നേ. ഇത് 180 ഡിഗ്രി എന്ന് വെച്ചാൽ പൈ റേഡിയൻ ആണ്. ഇവിടെ 270 വിച്ച് ഈസ് 3 π/2 റേഡിയൻ ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പൈ മുതൽ 3 π/2 വരെയാണ് തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റോ 0 മുതൽ π/2 വരെ. സെക്കൻഡ് ക്വാഡ്രന്റോ π/2 മുതൽ പൈ വരെ. അപ്പൊ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാഡ്രന്റ് അനാലിസിസ് ഇങ്ങനെയാണ്: 0 π/2 പൈ 3 π/2. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് വെച്ചാൽ എന്തുവാ? 0 to π/2. സെക്കൻഡ് ക്വാഡ്രന്റോ π/2 to പൈ. തേർഡ് ക്വാഡ്രന്റോ പൈ to 3 π/2. ഫോർത്ത് ക്വാഡ്രന്റോ 3 π/2 2π എന്ന് എടുക്കണം. 0 എന്ന് എടുക്കരുത്, 2π ആണ്. കാര്യം ഒരു കംപ്ലീറ്റ് സർക്കിൾ 2π അല്ലേ എടുക്കുന്നത്. അപ്പൊ ഓർക്കുക, ഇവിടെ നമുക്ക് വേണ്ടുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ് എവിടെ തൊട്ട് എവിടെ വരാ? പൈ to 3 π/2. സോ ഉത്തരത്തിൽ ദാണ്ടേ പൈ to 3 π/2 സി ഓപ്ഷൻ ആയിട്ട് കിടപ്പുണ്ട്. ആൻസർ തീർന്നു. വളരെ എളുപ്പമല്ലയോ? അപ്പൊ നിങ്ങൾക്ക് തന്നെ ചോദിക്കാലോ. ദാണ്ടേ ഇതേ ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, 0 നിന്നും 1 ആവുന്നത് എത്രയില്ല, അല്ലെങ്കിൽ 0 നിന്നും -1 ആവുന്നത് ഏത് ക്വാഡ്രന്റിൽ എന്നൊക്കെ ചോദിച്ചാ എക്സ് ആക്സിസിലെ 0 എടുക്കുക. ഇതേ ചോദ്യം സൈൻ ആയിരുന്നെങ്കിലോ നമ്മൾ y കോർഡിനേറ്റിനെ കൺസിഡർ ചെയ്തേനെ. ഇത്രയേ ഉള്ളൂ. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് എക്സ് കോർഡിനേറ്റ് റെപ്രസെന്റ്സ് ദ കോസ് ആൻഡ് y കോർഡിനേറ്റ് റെപ്രസെന്റ്സ് സൈൻ. എവിടെയാ? യൂണിറ്റ് സർക്കിളിൽ. ഇത് മറക്കാതെ പഠിച്ചു വെച്ചേക്കുക. സോ തൊട്ടടുത്ത ചോദ്യം ഇത്തവണ ചോദിച്ചത് നല്ലൊരു ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: ദ ഫിഗർ ഗിവൺ ബിലോ ഷോസ് ദ പോയിന്റ് 4 1. ഇവിടുത്തെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 4 1. ശരിയല്ലേ? അപ്പൊ ഞാൻ ഈ ഒരു ലൈൻ ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 4 1 ആണേ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം which divides the line segment between the coordinate axis in the ratio 2:1. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ റേഷ്യോ 2:1 എന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഈ എ എന്ന് വിളിക്കുന്ന പോയിന്റ് ഇവിടെ ഞാൻ ഇങ്ങോട്ട് എഴുതി വെച്ചാൽ അത് എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് അല്ലയോ? എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത നമ്മൾ തുടക്കം മുതൽ റെപ്രസെന്റ് ചെയ്ത് പറയുന്ന കാര്യം. എന്തോ എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ എക്സ് കോർഡിനേറ്റ് എക്സ് എന്ന് തന്നെ ഇരുന്നോട്ടെ, y കോർഡിനേറ്റ് ഞാൻ 0 എന്നും കൊടുത്തു. ഓക്കെ. ഇനി ഈ ബി എന്ന് വിളിക്കുന്ന പോയിന്റ് അത് ഏത് ആക്സിസിലാ? y ആക്സിസിലാ. അപ്പൊ y ആക്സിസിലെ പോയിന്റ് പ്രത്യേകത എന്തുവാ? അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ 0y എന്ന് എടുത്തു, ബിയുടെ കോർഡിനേറ്റ് അല്ലേ. ഇനി നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക, റേഷ്യോ കട്ട് ചെയ്യുന്നത് എങ്ങനെ? അവിടെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ബിഫോർ ദാറ്റ് ഇത് x1 y1, ഇത് x2 y2. റേഷ്യോയെ നമ്മൾ m:n എന്ന് എടുക്കുന്നു എങ്കിൽ റേഷ്യോ വെച്ച് കട്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഇതായിരുന്നു: mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n. വൈയിലോട്ട് വരുമ്പം my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. ഇത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 4 1. ശരിയല്ലേ? ആ പോയിന്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 4 1 എന്ന് പറയുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താമ്പോ m എത്ര? 2 ഇൻറ്റു x2 എത്ര? x. സോ 2 ഇൻറ്റു x 2x പ്ലസ് ny1 n എത്ര? 1. x1 എത്ര? 0. സോ 1 ഇൻറ്റു 0 0. സോ ആ 0 ഞാൻ എഴുതുന്നില്ല, കുഴപ്പമില്ലല്ലോ. സോ 2x ബൈ m പ്ലസ് n വേണം. m പ്ലസ് n എന്ന് വെച്ചാൽ 2 പ്ലസ് 1. 2 പ്ലസ് 1 എത്ര? 3. ഇത്രേ ഉള്ളൂ കാര്യം. ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? my2 m എത്ര? 2
y2 എത്ര 0. സോ 2 into 0 0 എഴുതണ്ട. അടുത്തത് ny1 n എത്ര 1, y1 എത്ര y തന്നെ. സോ 1 into y by m plus 1 എത്ര 3 is equal to 4 1. ഇതിനെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ എക്സും സെയിം ആയിരിക്കും, വൈയും സെയിം ആയിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സ് ആരാ 2x by 3 ഈക്വൽ ടു ഇവിടുത്തെ എക്സ് ആരാ 4. ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ബൈ 3 അങ്ങ് അപ്പുറത്ത് പോയാൽ എന്താവും into 3. സോ 2x is equal to 12. സോ x is equal to 12 by 2 which is equal to 12 by 2 which is equal to 6 എന്ന് ഉത്തരം കിട്ടും. ശരിയല്ലയോ? ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. സോ എക്സിന്റെ വില എത്ര 6. ഇതേപോലെ y by 3 y കോർഡിനേറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 3 അങ്ങ് അപ്പുറത്ത് പോയാ into 3. സോ y is equal to 3. അപ്പൊ കോർഡിനേറ്റ് പ്രകാരം എഴുതുകയാണെങ്കിൽ a യുടെ കോർഡിനേറ്റ് എത്ര വരുമായിരിക്കും? എയുടെ കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നത് x0 എന്നല്ലേ നമ്മൾ എടുത്തേക്കുന്നത്, അല്ലെ? എയുടെ കോർഡിനേറ്റ് x0 എന്നല്ലേ എടുത്തേക്കുന്നത്. സോ x എത്ര 6. സോ 6 0. ബി യുടെ കോർഡിനേറ്റ് നമ്മൾ 0y എന്നാ എടുത്തേക്കുന്നത്. സോ 0 3 എന്ന് കിട്ടി. എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമല്ലേ ഇത്. അപ്പൊ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് ചെയ്തു പോവാം. ഇക്വേഷൻ ഓർക്കണം, മറക്കരുത്. ഇതാണ് സെക്ഷൻ ഫോർമുല എന്ന് വിളിക്കുന്നത്. പണ്ട് നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നെ 3Dക്ക് അത് പഠിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ താൽക്കാലികമായിട്ടൊന്ന് ഒഴിവാക്കിയതാ. പക്ഷെ ഓൾറെഡി 10ൽ പഠിച്ചതുകൊണ്ട് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒന്നാമത്തെ ചോദ്യം തീർന്നായിരുന്നു. ഫൈൻഡ് ദ എക്സ് ഇന്റർസെപ്റ്റ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ. എക്സ് ഇന്റർസെപ്റ്റ് ആണ് 6, വൈ ഇന്റർസെപ്റ്റ് ആണ് 3. ഓക്കെ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി നമ്മൾ 2 ഇന്റർസെപ്റ്റുകളും കണ്ടുപിടിച്ച് കഴിഞ്ഞു, അല്ലേ? അപ്പം ഇതിന്റെ ഏറ്റവും ഇക്വേഷൻ എഴുതാനുള്ള ഈസി പരിപാടി നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം ആണ്. എന്തുവാ ഇന്റർസെപ്റ്റ് ഫോം? എക്സ് ബൈ എ പ്ലസ് y by b equal to 1. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. സോ എക്സ് ബൈ എക്സിന്റെ ഇന്റർസെപ്റ്റ്, എക്സ് ആക്സിൽ ഇന്റർസെപ്റ്റ് ആരാ 6 പ്ലസ് y by b, b എന്ന് വെച്ചാൽ വൈയിൽ ഇന്റർസെപ്റ്റ് ആരാ 3 ഈക്വൽ ടു 1. സോ ഇക്വേഷൻ ഓഫ് ദ ലൈനും തീർന്നു. വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ദ ഫൈനസ്റ്റ് ഉത്തരമായിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എഴുതി വെക്കാം. ഈസി അല്ലേ? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ചോദ്യം ഇതാണ്. Which of the following is the domain of the function sec x? ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, കാര്യം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ഡിസ്കഷൻ നടത്താം. അപ്പൊ sec x ന്റെ ഡൊമൈൻ കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് sec x എന്ന് വിളിക്കുന്നത് 1/cos x ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്ന ചാപ്റ്റർ തൊട്ടേ പഠിച്ചിട്ടുണ്ട്. ഈ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. നമ്മൾ ഡൊമൈൻ എടുക്കുമ്പോൾ ആ 0 ആവുന്ന പോയിന്റിനെ കളയണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുൾ റിയൽ നമ്പർ സിസ്റ്റത്തിനെ തന്നെ ഡൊമൈൻ ആയിട്ട് എടുക്കാം. പക്ഷേ ഡിനോമിനേറ്റർ ആയ കോസ് എക്സ് 0 ആവുന്നത് തടയണം. അപ്പൊ നമുക്ക് കോസ് എക്സിനെ ഒന്ന് 0 ആക്കുന്നത് കണ്ടുപിടിച്ചാലോ? ഇതിനാണ് നമ്മൾ യൂണിറ്റ് സർക്കിൾ പഠിച്ചത്. ഇതാണ്, നോക്കിക്കേ, നമ്മുടെ കോർഡിനേറ്റ് എഴുതുന്നു. ഇവിടെ 1 0, ഇവിടെ 0 1, ഇവിടെ -1 0, ഇവിടെ 0 -1. നമുക്കറിയാം ഇവിടെ കോസ് എക്സ് 0 ആവുന്നത് എവിടൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം, ശരിയല്ലയോ? അതിനു മുന്നേ ഇവിടെ 0 ഡിഗ്രി അല്ലെങ്കിൽ 0 റേഡിയൻ, ഇവിടെ π/2 റേഡിയൻ, ഇവിടെ π റേഡിയൻ, ഇവിടെ 3π/2 റേഡിയൻ. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ? 0 ആവുന്നത് കോസ് എക്സ് ആയതുകൊണ്ട് കോസ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റാ. എക്സ് കോർഡിനേറ്റുകൾ 0 ആവുന്നത് എവിടൊക്കെ? ഇവിടെ എക്സ് കോർഡിനേറ്റ് 1 പറ്റത്തില്ല, ഇവിടെ എക്സ് കോർഡിനേറ്റ് 0. സോ π/2 0 ആണ്. സോ π/2 നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. അടുത്തത് ഇവിടെ വരുമ്പോൾ -1 0 അല്ല, ഇവിടെ വരുമ്പോഴും 0. സോ 3π/2 പറ്റും. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, കോസ് എക്സ് 0 ആകുകയാണെങ്കിൽ ആരാ? കോസ് എക്സ് 0 ആകുകയാണെങ്കിൽ എക്സിന്റെ വില π/2, 3π/2, ഇനി കറങ്ങി വരുമ്പോ 5π/2, 7π/2. അപ്പൊ ചുരുക്കം പറഞ്ഞ ആ π/2 എന്ന് വരുന്നിടത്ത് മൊത്തം കോസ് 0 ആണ്. ഇവിടെ
π/2 എന്ന് വരുന്നിടത്ത് കോസ് 0 ആണ്. അപ്പൊ π/2 വരുന്നിടത്ത് കോസ് 0 ആകുന്നതിന് പറയുന്നതിനെക്കാട്ടി എളുപ്പം ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ആണ്. ആരാ? ഓഡ് മൾട്ടിപ്പിൾസ്. കാര്യം ഈവൻ മൾട്ടിപ്പിൾസ് എടുത്താൽ ആ π/2ന്റെ 2ഉം മറ്റേ 2 അങ്ങ് വെട്ടിപ്പോത്തില്ലയോ. അതുകൊണ്ട് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 1π/2, 3π/2, 5π/2, 7π/2, 9π/2, 11π/2 ഇതിലെല്ലാം കോസ് x 0 ആണ്. അപ്പൊ ഓഡ് നമ്പർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് 2n+1 എന്ന് വെച്ചുകൊണ്ടാ. എന്ത് വെച്ചുകൊണ്ടാ? 2n+1. സോ π/2. അപ്പൊ ഈ 2n+1 എന്ന് വെച്ചാൽ എന്തുവാ? ഓഡ് നമ്പർ. π/2 നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇവിടുത്തെ ഉത്തരം ഈ 2n+1 π/2ൽ കോസ് x 0 ആണ്. അപ്പൊ കോസ് x 0 ആകാൻ പാടുണ്ടോ? ഇല്ല. സോ നമ്മൾ ചെയ്യുന്നത് റിയൽ നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഈ പറഞ്ഞ 2n+1 π/2വിനെ കളയുന്നു. സോ ദ ഡൊമൈൻ ഓഫ് സീക്ക് എക്സ് എന്ന് വിളിക്കുന്നത് ഇതാണ്. എന്തുവാ ചെയ്തത്? സീക്ക് എന്ന് പറയുന്നത് 1/cos ആണ്. ആ കോസ് 0 ആകുന്നത് π/2സിലാണ്. ആ π/2കളെ മൈനസ് ചെയ്തു. അപ്പൊ ഇതേ ചോദ്യം നിങ്ങൾക്ക് കോസിന് പകരം സൈൻ ആയിരുന്നെങ്കിലോ? ഇപ്പൊ സൈൻ എക്സിന്റെ റെസിപ്രോക്കലായ കൊസീക്ക് എക്സിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കൊസീക്ക് എക്സ് എന്ന് വെച്ചാൽ 1/sin x അല്ലേ ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം റിയൽ നമ്പർ സിസ്റ്റം തന്നെയാണ് എന്ത്? ഡൊമൈൻ. അപ്പൊ സൈൻ എക്സ് ഇവിടെ 0 ആകണം, അല്ലെങ്കിൽ 0 ആകരുത്. അപ്പൊ സൈൻ എക്സ് 0 ആവുന്ന എവിടൊക്കെയാണെന്നറിയാമോ? ഓർത്തു വെച്ചേക്ക. നമ്മൾ നേരത്തെ പറഞ്ഞത് π/2 എടുക്കാനല്ലയോ? അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് പൈകളെ എടുക്കാനാ. അതായത് പൈ, 2π, 3π, 4π, 5π ഇങ്ങനെ പൈയുടെ മൾട്ടിപ്പിൾസിൽ എപ്പോഴും സൈൻ 0 ആകും. സോ പൈയുടെ മൾട്ടിപ്പിൾസ് എന്ന് കാണിക്കാൻ വേണ്ടി x = nπ എന്ന് എഴുതാറുണ്ട്. അപ്പൊ ആ nπയിലാണ് സൈൻ 0 ആകുന്നത്. അപ്പം r - nπ ഇതായിരിക്കും സൈൻ എക്സിന്റെ അല്ലെങ്കിൽ കൊസീക്ക് എക്സിന്റെ ഡൊമൈൻ. അപ്പം ഇതിന്റെ ഒരു സംഗ്രഹം എന്ന് വിളിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സൈൻ എക്സ് 0 ആകുകയാണെങ്കിൽ ഈ എക്സിന്റെ വില n പൈകളായിരിക്കും. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2π, 3π, 4π എക്സെട്ര അല്ലയോ? കോസ് എക്സ് 0 ആവുകയാണെങ്കിൽ എക്സിന്റെ വില 2n+1 π/2 ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3π/2, 5π/2, 7π/2 അങ്ങനെ. അപ്പൊ ഇതൊന്ന് ചുമ്മാതെങ്കിലും ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഡിനോമിനേറ്ററിലാണ് ഇവര് വരുന്നതെങ്കിൽ ഇവരെ കളയുക, r- ഇവരെ ഇട്ട് വെക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇതേ ചോദ്യം tan x ആയിരുന്നെങ്കിലോ? tan xന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനായിരുന്നെങ്കിലോ? tan എന്ന് വെച്ചാൽ നമുക്കറിയാം sin cos ആണ്. ഡിനോമിനേറ്ററിൽ ആരാ? കോസ്. സോ കോസ് 0 ആവുന്ന എവിടെയാ? 2n+1 π/2. അപ്പൊ ഉത്തരം എന്തുവാ? r - 2n+1 π/2. ഇതൊന്ന് ഓർത്തു വെച്ചേക്ക. സൈൻ എക്സ് nπയില്, കോസ് എക്സ് 2n+1 π/2ല്. അപ്പം ഇങ്ങനെ പഠിച്ചു വെക്കണമെങ്കിൽ ഓർത്തു വെച്ചേക്ക. സൈൻ എക്സ് പൈയിൽ 0 ആകും, കോസ് എക്സ് π/2ൽ 0 ആകും. ഇതങ്ങ് ഓർത്തു വെച്ചേക്ക. കോസ് എക്സ് π/2, സൈൻ എക്സ് പൈ 0 ആകും. ഓർത്ത് കൃത്യമായി വെച്ചിരുന്നാൽ ഇതിന്റെ ഉത്തരങ്ങൾ ഈസി ആയിട്ട് എഴുതാം. എളുപ്പമല്ലേ? അപ്പൊ സൈൻ എക്സിന്റെ ആയി, കോസ് എക്സിന്റെ ആയി, ടാൻ എക്സ് ആയി, കൊസീക്കായി, സീക്കായി എല്ലാത്തിന്റെ ഡൊമൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലേ? അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്ക. എങ്കിൽ അപ്പൊ ഒരു ചോദ്യം ഇതാണ്, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1 - cos x by sin x. അപ്പൊ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1 - cos x by sin x അല്ലയോ? ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഡയറക്റ്റ് 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ 0 എന്ന് കിട്ടും. സൈൻ 0 എത്ര? 0. അപ്പൊ ഡിനോമിനേറ്റർ 0 ആയി പോയി. ശരിയല്ലയോ? അപ്പൊ ഡിനോമിനേറ്റർ 0 ആയി പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനെ മാറ്റണം. ഇവിടെ മാറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം ട്രിഗണോമെട്രിയും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും ഒന്നിച്ച് കമ്പൈൻ ചെയ്തുള്ള ചോദ്യമാണ്. ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ രണ്ട് ഇക്വേഷൻസിനെ ഫ്രം ട്രിഗണോമെട്രിയിൽ നിന്ന് കടമെടുക്കുന്നു. ട്രിഗണോമെട്രിയിൽ നിന്ന് കടമെടുക്കുന്ന ഇക്വേഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, ന്യൂമറേറ്ററിൽ കിടക്കുന്ന 1 - cos x ന്റെ ഇക്വേഷൻ. 1 - cos x എന്ന് വിളിക്കുന്നത് എപ്പോഴും ഓർത്തു വെച്ചേക്കാം 2 sin²
എക്സ് ബൈ ടു ആയിരിക്കും. 2 സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ആയിരിക്കും. ഇത് വരുന്നത് വേറെ എവിടുന്നും അല്ല, നിങ്ങൾ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കോസ് 2xന്റെ എക്സ്പാൻഷൻ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന്. അതിൽ എക്സിന്റെ പകുതി എടുത്ത് ബൈ ടു എടുത്തതേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാൽ മതി. അപ്പൊ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്, നമുക്ക് അടുത്ത വർഷങ്ങളിലും ആവശ്യമുള്ളതാണ്. സോ 1 മൈനസ് കോസ് എക്സിന്റെ ഇക്വേഷൻ എന്തുവാ? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ ടു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. മൈനസ് കോസ് എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, 2 സൈൻ സ്ക്വയർ എക്സിന് ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഇക്വേഷൻ ആവും. ശരിയല്ലയോ? ഇനി ഇതേപോലെ തന്നെയാണെങ്കിൽ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സിന് പകരം 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതി വെച്ചു. ബൈ ഇനി സൈൻ എക്സ് കിടപ്പുണ്ട്, നമുക്ക് ആ സൈൻ എക്സിനെയാണ് പ്രധാനമായിട്ടും മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ സൈൻ എക്സിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തുവാന്ന് ചോദിച്ചാൽ സൈൻ 2x നിങ്ങൾക്ക് അറിയാം എന്തുവാ? സൈൻ എക്സ് 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പൊ സൈൻ 2x ചോദിച്ചപ്പോൾ അതിന്റെ 2xന്റെ പകുതി എക്സ് എടുത്താണ് ഇട്ട് കൊടുത്തത്. അപ്പൊ ഇവിടെയും സെയിം പരിപാടി തന്നെയാണ് കൊടുക്കുന്നത്. 2 സൈൻ എക്സിന്റെ പകുതി ആരാ? എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഇതായിരിക്കും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന രണ്ടാമത്തെ ഇക്വേഷൻ. സോ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ ഉത്തരം 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് കിട്ടി. ശരിയല്ലേ? അതാ നോക്കേ, ഈസി. 2 ക്യാൻസൽ ആയിപ്പോയി. സൈൻ സ്ക്വയർ എക്സ് ബൈ 2ലെ ഒരു സൈൻ സ്ക്വയർ എക്സ് ബൈ 2ഉം താഴത്തെ ഒരു സൈൻ എക്സ് ബൈ 2 കൂടെ ക്യാൻസൽ ആയിപ്പോയി. സോ ബാക്കി ഇനി എന്തൊക്കെയുണ്ട്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2. സൈൻ ബൈ കോസ് എന്തുവാ? ടാൻ എക്സ് ബൈ 2. ശരിയല്ലയോ? ഈക്വൽ ടു. ഇനി ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സിന് പകരം 0 എടുക്കുകയാണെങ്കിൽ ടാൻ 0 ബൈ 2 എന്ന് കിട്ടും. 0 ബൈ 2 ആരാ? 0. ടാൻ 0 ആരാ? ടാൻ 0യുടെ വില എത്ര? 0. So the answer is 0. അപ്പൊ ഓർക്കുക, 0 കിട്ടിക്കൂടാ എന്നുള്ള ധാരണകളൊക്കെ തെറ്റാണ്. പിടികിട്ടിയോ? ഇവിടെ 0 കിട്ടുന്നതല്ല പ്രശ്നം, 0ക്ക് പകരം ഡിനോമിനേറ്ററിൽ 0 കിട്ടരുത്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് തിങ്. അപ്പം മനസ്സിലായി ഒരു ചോദ്യം? ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രൂഫ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത്. ആൻഡ് മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളുമാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ആ ചോദ്യത്തിന് മാത്രം നമ്മൾ ഒരിക്കലും LHSഉം RHSഉം എടുത്തല്ല ചെയ്യുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് വെറൈറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് ആദ്യം തുടങ്ങുന്നു. ഒന്നാമത്തെ പ്രൂഫ് അവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഒന്നാമത്തെ നമ്പറായ ടാൻ 3x മാത്രം എടുക്കും. നമുക്കറിയാം ടാൻ 3x എന്ന് വെച്ചാൽ ടാൻ ഓഫ് 3x ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? x പ്ലസ് 2x എന്ന് എഴുതാം. ശരിയല്ലയോ? ഒരു എക്സിന്റെ കൂടെ 2x കൂട്ടിയാൽ 3x ആവും, നിങ്ങൾക്ക് തന്നെ അറിയാലോ. സോ x പ്ലസ് 2x ആയി. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഇക്വേഷൻ ടാൻ ഓഫ് x പ്ലസ് y ഈക്വൽ ടു എന്താണ്? ടാൻ x പ്ലസ് വൈയുടെ ഇക്വേഷൻ ടാൻ x പ്ലസ് ടാൻ y ബൈ 1 മൈനസ് ടാൻ x ടാൻ y. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ടാൻ x പ്ലസ് ടാൻ y ബൈ 1 മൈനസ് ടാൻ x ടാൻ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പൊ ടാൻ 3x ഈക്വൽ ടു ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ടാൻ x പ്ലസ് വൈയുടെ സ്ഥാനത്ത് 2x ആണ്. അപ്പം ടാൻ 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ x ടാൻ 2x. ഇത് ഓൾറെഡി നിങ്ങളുടെ എക്സാമ്പിൾ സ്ഥാനത്ത് പ്രൂവ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ അടുത്ത രംഗം എന്തുവാ? ഈ ഡിവൈഡഡ് ബൈ ഈ സാധനത്തിന് ഇപ്പുറത്തുണ്ടെന്ന് ഞാൻ അങ്ങ് ഇൻറ്റു ആക്കുന്നു. ദാ ഇൻറ്റു ആക്കുവാണേ ടാൻ 3x ഇൻറ്റു ടാൻ 3x ഇൻറ്റു ഡിനോമിനേറ്റർ ആരാ? 1 മൈനസ് ടാൻ x ടാൻ 2x ഈക്വൽ ടു. അപ്പൊ ഈ ഡിനോമിനേറ്റർ ഇപ്പുറത്ത് വന്ന് ഇൻറ്റു ആക്കി. ഇനി അപ്പുറത്ത് ആരുണ്ട്? ടാൻ x പ്ലസ് ടാൻ 2x ഉണ്ട്. സോ ടാൻ x പ്ലസ് ടാൻ
2x. ശരിയല്ലയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഈ tan 3x കൊണ്ടൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. tan 3x into 1 എന്തുവാ? tan 3x തന്നെ. ശരിയല്ലേ? നടുക്കത്തെ ചിഹ്നം മൈനസ്. ഇതേ tan 3x ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഓൾറെഡി tan x ഉം tan 2x ഉണ്ട്. അതിന്റെ കൂടെ ആരും കൂടെ വരും? tan 3x കൂടെ വരും. സോ tan x tan 2x, അതിന്റെ കൂടെ ആരും കൂടെ വന്നു? tan 3x ഈക്വൽ ടു അപ്പുറത്ത് ആരൊക്കെ ഉണ്ട്? tan x പ്ലസ് tan 2x. ശരിയല്ലയോ? സോ ദ ഫൈനൽ ഉത്തരത്തിലോട്ട് പോകുന്നു. ദാ നോക്കിക്കേ, ഇവിടെ tan 3x ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇനി ഈ മൈനസ് ഈ സാധനം അവിടെ കിടക്കട്ടെ, നമുക്ക് അതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാ. ഇനി അപ്പുറത്തുനിന്ന് പ്ലസ് tan 2x ഇപ്പുറത്ത് കൊണ്ടുവന്ന മൈനസ് tan 2x. ശരിയല്ലേ? അപ്പുറത്തുനിന്ന് പ്ലസ് tan x ഇപ്പുറത്ത് വന്ന മൈനസ് tan x ഈക്വൽ ടു ഈ മൈനസ് ഇത്രയും സാധനം അപ്പുറത്ത് കൊണ്ടുപോയ, അതായത് അപ്പുറത്ത് കിടക്കുന്ന രണ്ടെണ്ണത്തിനെ ഇപ്പുറത്തും കൊണ്ടുവരുന്നു, ഇപ്പുറത്ത് കിടക്കുന്ന മൈനസിനെ അപ്പുറത്ത് കൊണ്ടുവന്ന് പ്ലസ് ആക്കുന്നു. സോ മൈനസ് അപ്പുറത്ത് പോയാൽ പ്ലസ് ആവുമല്ലോ. സോ ഇത് ഇത്രയും കൂടെ അങ്ങോട്ട് എഴുതുകയാണെങ്കിൽ tan, അതിന്റെ ഓർഡറോട് ഒന്ന് മാറ്റി എഴുതുന്നു. 3x tan 2x tan x. സോ ആൻസർ ആയി. നോക്കിക്കേ, LHS ഉം RHS ഉം ഒരേപോലെ കിട്ടി. നോക്കിയേ, tan 3x tan 2x tan x ഇതാണ്ട് RHS, tan 3x tan 2x tan x ഇതാണ്ട് LHS. ഇതാണ് അതിന്റെ പ്രൂഫ് ആയിട്ട് വരുന്നത്. അപ്പൊ ഓർക്കുക, ഇവിടെ മാത്രം പ്രൂഫിൽ ഈ tan 3x ഒന്ന് എടുത്തെഴുതി വെച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്താണ് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന ഇക്വേഷൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഓർത്തു വെച്ചേക്കുക, എക്സ്പാൻഷൻസ്, ട്രിഗണോമെട്രിക്കൽ ഇക്വേഷൻസ് മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഈസി ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. എങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, ബിയുടെ ചോദ്യമാണ്. cos 5x minus cos 7x by 2 sin 6x ഈക്വൽ ടു sin x എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. നമ്മൾ തൽക്കാലം LHS എഴുതി വെക്കണേ. ഈ LHS ന്യൂമറേറ്ററിൽ cos 5x മൈനസ് cos 7x ഉണ്ട്. മക്കളെ, cos x മൈനസ് cos y ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ cos x മൈനസ് cos y മൈനസ് 2 sin x പ്ലസ് y ബൈ 2 sin x മൈനസ് y ബൈ 2. ഈ ഇക്വേഷൻ മസ്റ്റ് ആയിട്ടും പഠിക്കുക. അപ്പൊ cos x മൈനസ് cos y എന്തുവാ? മൈനസ് 2 sin x പ്ലസ് y ബൈ 2 sin x മൈനസ് y ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാണ്ടേ മൈനസ് 2 sin x പ്ലസ് y ബൈ 2. അപ്പൊ ഇതാണ് x, ഇതാണ് y അല്ലയോ? x പ്ലസ് y ബൈ 2 എന്ന് വിളിക്കുമ്പോൾ 5x പ്ലസ് 7x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5x പ്ലസ് 7x ബൈ 2. ഇനി sin x മൈനസ് y ബൈ 2 വേണം. അപ്പൊ 5x മൈനസ് 7x ഏതാണ്ട് 5x മൈനസ് 7x ബൈ 2 the whole divided by numerator. ഡിനോമിനേറ്ററിൽ ആരുണ്ട്? 2 sin 6x ഉണ്ട്. ആ 2 sin 6x അവിടെ തന്നെ എഴുതി വെക്കുന്നു. അപ്പൊ ഇക്വേഷനകത്തോട് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തതന്നേ ഉള്ളൂ നമ്മൾ ഈ ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദ ഫൈനൽ ഉത്തരത്തിലോട്ട് പോകുന്നു. മൈനസ് 2 sin, ഇവിടെ 5x 7x കൂട്ടിയ 12x. 12xന്റെ പകുതി എത്ര? 6x. അടുത്തതും sin 5x നിന്നും 7x പോയാൽ മൈനസ് 2x. മൈനസ് 2xന്റെ പകുതി മൈനസ് x. ശരിയല്ലയോ? ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 sin 6x ഉണ്ട്. ദാ നോക്കിക്കേ, 2 ക്യാൻസൽ ആയി പോയി. sin 6x sin 6x ക്യാൻസൽ ആയി പോയി. ഇനി ബാക്കി ആരൊക്കെ ഉണ്ട്? മൈനസ് ഉണ്ട്, സൈൻ ഉണ്ട്, മൈനസ് എക്സ് ഉണ്ട്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് വെച്ചാൽ മൈനസ് ഇങ്ങ് പുറത്തെടുക്കണമെന്ന് അർത്ഥം. സോ മൈനസ് പുറത്തിറക്കിയ മൈനസ് ഇൻറ്റു മൈനസ് എന്തുവാ? പ്ലസ് ആകും. സോ ദ ആൻസർ ഈസ് സൈൻ എക്സ്. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? സൈൻ എക്സ് എന്നല്ലേ നമുക്ക് ഉത്തരം കിട്ടിയേക്കുന്നത്? സിമ്പിൾ പ്രൂഫാണ്.
അല്ലയോ? അപ്പൊ ഇങ്ങനൊരു ചോദ്യം അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതായത് ഇവിടെ 4 ഇക്വേഷൻസ് ആണ് വരുന്നത്. sin x പ്ലസ് സൈൻ വൈ, sin x മൈനസ് സൈൻ വൈ, cos x പ്ലസ് കോസ് വൈ, cos x മൈനസ് കോസ് വൈ. ഈ 4 എക്സ്പാൻഷൻ വരുന്ന ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് എപ്പോഴും കണ്ടുന്ന ഒരു ചോദ്യമാണ്. സോ ആ 4 ഇക്വേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആ ഇക്വേഷൻസ് ഇത്രയും പഠിച്ചു വെച്ചേക്കുക. ട്രിഗണോമെട്രിയിൽ നിന്നും ഇത്തരത്തിൽ എളുപ്പത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ ചോദ്യം മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം കൂടെയാണ്. അത് ഓർത്ത് വെച്ചേക്കുക. സോ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. സോ അടുത്ത ചോദ്യം ഇതാണ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നും സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൺവെൻഷണൽ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ചോദ്യമാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിനും ചോദിച്ചേക്കുന്നത്. ചോദ്യം ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x² - 4/x - 2. മക്കളെ ഈസി ആയിട്ട് ആലോചിക്കുക. ആ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് എടുത്തെഴുതുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x² - 4. ഇവിടെ ഞാൻ ചെയ്യുന്ന ചെറിയൊരു കാര്യം, ഈ 4ന് പകരം ഞാൻ 2² എന്ന് കൊടുത്തു ബൈ x - 2 എഴുതാലോ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ എന്തുവാന്ന് ചോദിച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു a x raised to n minus a raised to n by x minus a. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഉത്തരം n a raised to n minus 1 എന്നാ. n a raised to n minus 1. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. x tends to 2, x tends to a. സോ a യുടെ വിലയാണ് ഇവിടെ 2 ആയിട്ട് കിട്ടിയേക്കുന്നത്. x² 2², x raised to n, a raised to n. സോ രണ്ട് സെയിം ആണ്. സോ n-ന്റെ വിലയും ഇവിടെ 2 ആണ്. ശരിയല്ലയോ? ഇനി x - 2. സോ മുകളിൽ പവർ ഉണ്ട്, താഴെ പവർ ഇല്ല. മുകളിൽ പവർ ഉണ്ട്, താഴെ പവർ ഇല്ല. സോ രണ്ട് ഇക്വേഷനും സീരീസ്ലി ഓക്കെ ആവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം n a raised to n minus 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ n എത്ര? 2 into a raised to. അപ്പൊ 2 raised to n minus 1. 2 minus 1. 2 minus 1 എത്ര? 1. So 2 into 2 which is equal to 4. ഇത്രയേ ഉള്ളൂ അതിന്റെ ഉത്തരം. ഇതിനകത്ത് കണക്കുകളൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ ചോദ്യമാണ്. ഈ ഒരു ഇക്വേഷൻ കൃത്യമായി പഠിക്കുക. നമ്മൾ ഈ വേണ്ടുന്ന ഇക്വേഷൻസ് എല്ലാം കൃത്യമായി പറഞ്ഞ് സൈഡിൽ പോകുന്നുണ്ട്. ഇതുവരെയും ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യാത്തവർ ഇക്വേഷൻസ് പഠിച്ചേ പറ്റത്തുള്ളൂ. മസ്റ്റ് ആണ്. കാര്യം ഇതിനകത്ത് വേറെ ഉടായ്പകളൊന്നും നടക്കുന്ന കാര്യമല്ല. സോ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, എങ്കിൽ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x by pi minus x. എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ x ടെൻസ് ടു 0 വന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. ശരിയല്ലയോ? ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ ഈസി വേ, ഡയറക്റ്റ് ഈ എക്സിന് പകരം 0 കൊടുത്ത് നോക്കുക. എക്സിന് പകരം 0 കൊടുത്താൽ ഡിനോമിനേറ്ററിലാണ് നോക്കേണ്ടത്. പൈ മൈനസ് 0 എന്ന് വരത്തില്ലയോ? പൈ മൈനസ് 0 എത്ര? പയ്യ, അല്ല 0 അല്ലല്ലോ. അങ്ങനെ ഡിനോമിനേറ്ററിൽ 0 വരുന്നില്ല എന്ന് കണ്ടാൽ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. കൂടുതൽ ഒന്നും നോക്കരുത്. കാര്യം ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പിന്നെ അത് എങ്ങനെ ചെയ്യാമെന്നൊരു ചോദ്യം. പിടികിട്ടിയോ? ഡിനോമിനേറ്ററിൽ ഇപ്പൊ ഈ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം തന്നെ ആലോചിച്ച് നോക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x - 2 എന്നാ. ആ എക്സിന്റെ പകരം 2 കൊടുക്കുകയാണെങ്കിൽ 2 - 2. 2 - 2 എത്ര? 0 വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷന്റെ ആവശ്യമില്ല. കാരണം ഡിനോമിനേറ്ററിൽ 0 വരുന്നില്ല. അപ്പൊ ദാണ്ടെ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എക്സ് കിടക്കുന്നിടത്തെല്ലാം 0. സോ കോസ് എക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് പകരം 0 കൊടുത്തു ബൈ പൈ മൈനസ് എക്സ്. സോ പൈ മൈനസ് 0. എക്സിന് പകരം 0. അപ്പൊ ദാണ്ടെ വാല്യൂ കൊടുക്കുന്നു. കോസ് 0യുടെ വില എത്രയാ? 1 ബൈ പൈ മൈനസ് 0 എന്തുവാ? പൈ. ഉത്തരം തീർന്നു. 1/π. ഇതിനകത്തൊന്നും ചെയ്യാനൊന്നുമില്ല. ഈസിയാണ് പരിപാടികൾ. എളുപ്പമല്ലേ? അപ്പൊ ഓർത്ത് വെച്ചേക്കുക. ഡിനോമിനേറ്ററിൽ 0 വന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട മക്കളെ. ഡയറക്റ്റ് എക്സിന് പകരം വില ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇത്രേ ഉള്ളൂ കാര്യം. ഓർത്ത് വെച്ചേക്കാലോ അല്ലേ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ
തൊട്ടടുത്ത ചോദ്യത്തിലോട്ടാണ് പോകുന്നത്. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. ചോദ്യങ്ങളിൽ ഒന്ന് 2x+1. അപ്പൊ എന്താണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് ഞാൻ എടുക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന് തന്നെ എടുക്കുകയാണ്. 2x+1 അല്ലയോ? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം, അല്ല എങ്കിൽ dy/dx എന്ന് എഴുതാം. ഏതായാലും കുഴപ്പമില്ല. സോ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള രീതി ഇവിടെ ഡയറക്റ്റ് ചോദ്യമായതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ടേം ബൈ ടേം ആയി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അർത്ഥം 2xന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഓർക്കുക, ഇവിടെ ചെറിയൊരു പരിപാടിയുടെ പറഞ്ഞുതരാം. 2xന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 ഒരു കോൺസ്റ്റന്റ് ആണ്. എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ മിക്കുള്ള കുട്ടികൾക്കും ഒരു ഡൗട്ട് ആണ്, ഈ 2 ഒരു കോൺസ്റ്റന്റ് ആകുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 0 എടുക്കണ്ടേന്ന്, അല്ലയോ? അപ്പൊ ഓർക്കുക, 2വിന്റെ കൂടെ ഒരു ഫംഗ്ഷൻ എക്സോ എക്സ് സ്ക്വയറോ സൈൻ എക്സോ കോസ് എക്സോ എന്തോ ആയിക്കോട്ടെ, 2വിന്റെ കൂടെ ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ ആ 2വിനെ നമ്മൾ ഒന്നും ചെയ്യത്തില്ല, അവിടെ തന്നെ ഇടും. ഇനി അടുത്തത് എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് ആലോചിക്കുക. എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? 1. സോ 2 × 1. അടുത്തത് പ്ലസ് 1. 1ന്റെ കൂടെ ഫംഗ്ഷൻ വല്ല ഉണ്ടോ? ഇല്ല, 1 വെറുതെ കിടക്കുക. അങ്ങനെ വെറുതെ കിടന്നാൽ ഡെറിവേറ്റീവ് 0. അവിടെയാണ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 വരുന്നത്. സോ 2 × 1 എന്തുവാ? 2. ഇതാണ് അതിന്റെ ഉത്തരം. ഒരു എക്സാമ്പിൾ കാട്ടിത്തരാം. 2x² + 5x + 8 ഇതാണ് എഫ് ഓഫ് എക്സ് എന്നിരിക്കട്ടെ. ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കാം? സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം നോക്കണം, 2x². 2 കോൺസ്റ്റന്റ് ആണ്, പക്ഷെ 2വിന്റെ കൂടെ ആരുണ്ട്? x² ഉണ്ട്. സോ 2വിനെ അനക്കത്തില്ല. x² ഡെറിവേറ്റീവ് 2x. അത് പഠിക്കണം കേട്ടോ. ഡെറിവേറ്റീവ്സ് എല്ലാം കാണാതെ പഠിക്കണം. എക്സിന്റെ ഡെറിവേറ്റീവ് 1, x² ഡെറിവേറ്റീവ് 2x, ഇതെല്ലാം കാണാപ്പാടം പഠിക്കണം കേട്ടോ. സോ പ്ലസ് അടുത്തത് 5x. ഇത് നേരത്തെ പറഞ്ഞ പോലെ 5വിനെ അനക്കത്തില്ല. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞേ? 1. അടുത്തത് പ്ലസ് 8 വെറുതെ കിടക്കുന്ന കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് എത്ര? 0. സോ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പം 2 × 2 4x + 5 × 1 5 0 നമ്മൾ എഴുതണ്ട. സോ ദ ആൻസർ ഈസ് 4x + 5. ഈസി. എന്തെങ്കിലും പ്രയാസമുണ്ടോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x/x+1. x/x+1. അപ്പൊ ഇങ്ങനെ ഒരു ബൈ എന്നൊരു ചോദ്യം വന്നാൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ് അവിടെ നമ്മൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്ത് അപ്ലൈ ചെയ്യണം? കോഷ്യന്റ് റൂൾ. സോ കോഷ്യന്റ് റൂൾ എന്തുവാണെന്ന് ചോദിച്ചാൽ കേട്ട് വെച്ചേക്കുക. ഇങ്ങനെയാണ്, ഡിനോമിനേറ്റർ ഈ യുവും വിയും വെച്ച് പറയാം, പക്ഷെ ഈ യുവും വിയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ പറയുവാണേ, നിങ്ങൾ പഠിച്ചു വെച്ച രീതി എങ്ങനെയാണോ അങ്ങനെ ഓർത്തു വെച്ചേക്കുക. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഓക്കെ ആണല്ലോ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ്, ഇനി തിരിച്ച് എങ്ങനെയാ? ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഇത് ഓർത്ത് വെച്ചേക്കുക. എങ്ങനെ? ഒന്നുകൂടെ പറഞ്ഞേ. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് മൈനസ് തിരിച്ച് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് എഴുതുകയാണെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഡിനോമിനേറ്റർ ആരാ? x+1. ഒരു ബ്രാക്കറ്റ് കൂടി ഇട്ട് വെച്ചേക്കുക. ഇനി d/dx ഓഫ് ആരാ? ന്യൂമറേറ്റർ ആരാ? x. സോ x മൈനസ്, ഇനി തിരിച്ച് എങ്ങനെയാ? ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ്. ന്യൂമറേറ്റർ ആരാ? x ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ ആരാ? x+1 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. സോ x+1ന്റെ സ്ക്വയർ. ഇത്രയാണ് ഉത്തരം. സോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് x+1 അവിടെ തന്നെ കിടപ്പുണ്ട്. d/dx ഓഫ് x, എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? നമ്മളിപ്പോ തൊട്ട് മുന്നേ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? 1. ശരിയല്ലയോ? മൈനസ് x അവിടെ തന്നെ കിടപ്പുണ്ട്.
ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 1. നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. സോ 1 പ്ലസ് 0. 1 പ്ലസ് 0 എന്തുവാ? 1 തന്നെ. ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1ന്റെ ഹോൾ സ്ക്വയർ. അതിന് മാറ്റമൊന്നുമില്ല. വേണമെങ്കിൽ ഉത്തരമായിട്ട് ഇങ്ങനെ എഴുതാം. നോക്കിക്കേ, എക്സ് പ്ലസ് 1 ഇൻറ്റു 1 എന്തുവാ? എക്സ് പ്ലസ് 1 തന്നെ. മൈനസ് എക്സ് ഇൻറ്റു 1 എന്തുവാ? എക്സ് തന്നെ. ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോകുന്നു. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇതായിരിക്കും കോഷ്യന്റ് റൂൾ എന്നറിയപ്പെടുന്നത്. കൃത്യമായി പഠിച്ചു വെക്കുക. കോഷ്യന്റ് റൂളിനെ അറിയണം, മസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? എന്തുവാ കോഷ്യന്റ് റൂള്? ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. യുവും വിയും വെച്ച് പറയണമെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഇങ്ങനെയായിരിക്കും വരുന്നത്. കൃത്യമായിട്ട് യുവും വിയും വെച്ച് പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം, ഇത് പഠിക്കേണ്ടവർക്ക് ഇങ്ങനെ പഠിക്കാം. സീരിയസ്ലി ഇത് പഠിച്ചു വെക്കുന്നത് മസ്റ്റ് തിങ് ആണ്. കാര്യം മോസ്റ്റ് ഓഫ് ദ ഡെറിവേറ്റീവും യൂസ് ചെയ്യുന്നത് കോഷ്യന്റ് റൂൾ. അതായത് പരീക്ഷയ്ക്ക് കാണുന്ന മിക്കുള്ള ചോദ്യങ്ങളുടെയും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചേക്കുന്നത് കോഷ്യന്റ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മൂന്നാമത്തത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് കോസ് എക്സ്. നിങ്ങൾ എത്രത്തോളം ഫൈനസ്റ്റ് ഉത്തരം എഴുതുന്നു എന്നതിന് ഇച്ചിരി മാർക്കേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിനാണ് കൂടുതൽ മാർക്ക്. അപ്പൊ ഇത് നമുക്കൊന്ന് ചെയ്താലോ? ഇതും നേരത്തെ പറഞ്ഞുള്ള കോഷ്യന്റ് റൂൾ അല്ലയോ? എങ്ങനെയാ കോഷ്യന്റ് റൂൾ നമുക്ക് ചെയ്തു നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെയാ കോഷ്യന്റ് റൂൾ പറയുന്നത്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ആരാ? ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ ആരാ? എക്സ് പ്ലസ് കോസ് എക്സ്. ശരിയല്ലയോ? മൈനസ് ഇനി എങ്ങനെ തിരിച്ച് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. ശരിയല്ലയോ? ദ ഹോൾ ഡിവൈഡഡ് ബൈ ടാനിന്റെ സ്ക്വയർ എടുക്കണം. സോ ടാൻ സ്ക്വയർ എക്സ്. സോ ഇത് ഞാൻ കൂടുതൽ എക്സ്പാൻഷനിലോട്ട് പോകുന്നില്ല, ഡെറിവേറ്റീവ് എടുത്തൊക്കെ നിർത്തുക. ടാൻ എക്സ് അതേപോലെ എഴുതുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എക്സ് പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. സോ ഈ പ്ലസ് ഇൻറ്റു മൈനസ് അങ്ങ് മൈനസ് ആയി പോതില്ലയോ? സോ മൈനസ് സൈൻ എക്സ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മൈനസ് ഇനി അടുത്തത് എക്സ് പ്ലസ് കോസ് എക്സ് അതേപോലെ അവിടെ കിടപ്പുണ്ട്. ഇനി ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? സീക്ക് സ്ക്വയർ എക്സ്. ശരിയല്ലയോ? ദ ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എക്സ്. സോ ഇതായിരിക്കും അതിന്റെ ഉത്തരം. വേണമെങ്കിൽ ഇതൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ ഇതിന്റെ അബ്രിവേഷൻസ് കൊടുത്തിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷെ തൽക്കാലം ഈ ഒരു ഉത്തരത്തിലെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക. ഇനി കോഷ്യന്റ് റൂള് ഒരു മസ്റ്റ് തിങ് ആണ്, അത് പഠിക്കണം. അത് പഠിക്കാതെ ഒരു പരിപാടിയും ഡെറിവേറ്റീവ്. നമുക്ക് പരീക്ഷയ്ക്ക് മിക്കുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നത് ഡെറിവേറ്റീവ്സിനകത്ത് കോഷ്യന്റ് റൂളും മസ്റ്റ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രോഡക്റ്റ് റൂളും. ഓക്കെ, ഈ പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും വെച്ചുകൊണ്ടുള്ള മിക്കുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചാപ്റ്ററിൽ മിസ്സലേനിയസിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ മിസ്സലേനിയസ് എക്സസൈസസ് എക്സാമ്പിൾസിനകത്ത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കിയാൽ വളരെ നല്ലതായിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയുമായിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങളല്ല നമ്മുടെ പരീക്ഷയ്ക്ക് വരുമെന്ന് പറയുന്നത്. നമ്മൾ കണ്ടതിൽ വെച്ചിടിച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ചോദ്യങ്ങളെ നമ്മളൊന്ന് എടുത്ത് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നാൽ നമ്മുടെ കുട്ടികൾ അത് എഴുതണം. അതിനുവേണ്ടിയാണ് ഈ പരിപാടികൾ. അപ്പം ആലോചിക്കുക, നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇനി കാണും വരെ നന്ദി.